ഹലോ ഗായ്സ്, അപ്പം നല്ല ചൂടുള്ളൊരു പ്രഭാതം കണ്ടിട്ടായിരിക്കാം നമ്മൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നാലും ഇന്ന് ഉമ്മാക്ക് പനി ഇരുന്നിട്ട് അപ്പോൾ രാവിലെ ഹസ്ബൻഡിൻ്റെ ലഞ്ച് പാക്ക് ചെയ്തതും നാസ്ത കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരം ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരു സിങ്ക് നിറച്ചും പാത്രം ഉണ്ടെങ്കിൽ കഴുകാൻ ഒരു ഗുമ്മയായിരിക്കും. 1-2 പാത്രമൊക്കെ കാണുമ്പോൾ കഴുകാൻ എന്നെ മടിയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. ഹസ്ബൻഡിനും ഉപ്പാക്കും ദോശ ചുട്ടതിന് ശേഷം ഞാൻ പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിള്ളേർക്ക് ചുടാന്നേനും ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ മക്കൾക്ക് രണ്ടാക്കും പിന്നെ ഉമ്മാക്കും ദോശ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ. ഇത് പുതിയ കല്ലായതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിന് പിന്നോട്ടാ വന്നിട്ടുണ്ടായത്. എന്നിട്ട് ഉമ്മാക്ക് ദോശയൊക്കെ കൊടുത്ത് പിന്നെ അതാ എൻ്റെ റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. മോൾ എണീച്ചതിന് ശേഷമേ ഞാൻ ഇതൊക്കെ ചെയ്യലില്ലേ. നോക്കി അംഗൻവാടിയിൽ കളറായിക്കൊണ്ട് അപ്പോൾ ഓള് പട്ടുപാവാടിയാനും ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ മോളെ കുളിച്ച് ഫ്രഷ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ വാരി കൊടുത്ത്. അപ്പോൾ ഓളെ മുടി ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ചിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടമാണ് കേട്ടോ ഓളെ മുഖത്തുള്ളത്. മുടി ഫുള്ളായിട്ട് പിടിച്ച് കിട്ടിയാൽ മാത്രമാണ് വരുന്ന സമയത്തും ഇതേപോലെ ഉണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് തന്നെ അതൊരു ഇടങ്ങേറായിരിക്കും. പിന്നെ ഓളെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് സമാധാനമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ദോശയിൽ കറി ഒഴിച്ചിട്ട് ഞാനൊന്നത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റക്കൊന്നല്ല ചെയ്യൽ, അനിയത്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരൊന്നും വീഡിയോയിൽ കാണിക്കുന്ന അവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ കാര്യങ്ങളൊന്നും എടുക്കാനും നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ഉച്ച സമയമായപ്പോൾ എന്താ ചോറൊക്കെ ആക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ ഉപ്പിനും ഇന്ന് കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 4-3-5 മുടിയൊക്കെ ഉള്ളൂന്ന്. അപ്പം അതൊന്ന് ഗ്രോത്ത് നല്ലോണം ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി ചതച്ചതിന് നീര് തലേ തേച്ച് വെച്ചിട്ടുണ്ടായിനെ. ഇനി മുന്നേ ഞാൻ വെളിച്ചെണ്ണയും തേച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കൊക്കെ ആണെങ്കിൽ പൊരും വെയിലേന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ലേശം ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്ന്. അങ്ങനെ ഞാൻ പുറത്ത് പോയി ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമിൽ വന്ന് ബക്കറ്റൊക്കെ എടുത്തോണ്ട് ഇതാ വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളത്തിലൊന്നും കൈ കുത്താൻ കഴിയുന്നില്ല, കാരണം അത്രയ്ക്കും ചൂടാണ് കേട്ടോ. ചില സമയത്ത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം തണുപ്പിലെ സമയത്ത് ഞാൻ തണുത്ത വെള്ളത്തിലൊക്കെയാണ് കുളിക്കല്. എന്നാലും ഞാൻ ചൂടുവെള്ളത്തിലൊന്നും കുളിക്കാനേ പോക്കില്ല, അതായത് മഴേൻ്റെ ഒക്കെ സമയത്ത്. പിന്നെ ഇപ്പോൾ ചായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ലേശം ചായയും വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം എന്താ ഞാൻ പിന്നെ ആ ചൂടുവെള്ളം എടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏതായാലും ഒരു ഫേസ് പാക്ക് ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് കുറച്ച് അരിപ്പൊടിയിൽ ഞാൻ എന്താ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം. വെള്ളം ലേശം കൂടിപ്പോയിനെ. പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് അതങ്ങ് സെറ്റാക്കി എടുത്ത് മുഖത്ത് തേച്ച് വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് കഴിഞ്ഞേരം എന്താ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ ഓള് പോയേരം പട്ടുപാവാടി അതിനും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ഇങ്ങനെ ചിന്തിക്കുണ്ടാവും ചൂടല്ലേ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുപ്പായം വെച്ചതേനു കേട്ടോ. അപ്പോൾ അത് അവിടുന്ന് മാറ്റി കൊടുത്തതാണ്. പിന്നെ രാത്രിക്ക് നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അതൊക്കെ അങ്ങ് കഴിച്ചിരുന്നേ. അപ്പം ഇത്രയുള്ളൂ. എന്നാൽ പിന്നെ നാളെ കാണാം.